മലപ്പുറത്ത് നിപ്പ ബാധിച്ച് മരിച്ച 14-കാരന്റെ രക്തസാമ്പിൾ അനധികൃതമായി തിരുവനന്തപുരത്തേക്ക് കടത്തിയെന്ന ആരോപണവുമായി MSF സംസ്ഥാന അധ്യക്ഷൻ PK നവാസ് രംഗത്ത്. രക്തസാമ്പിൾ എന്തിനു കൊണ്ടുപോയെന്നും നിലവിൽ അത് ആരുടെ കയ്യിലുണ്ടെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. പൂനെ വൈറോളജി ലാബിൽ നിന്നും ഫലം പോസിറ്റീവായ രക്തസാമ്പിളാണ് എല്ലാ പ്രോട്ടോക്കോളുകളും മറികടന്ന് തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുപോയത്. ആരോഗ്യമന്ത്രിയുടെ അറിവോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും കൊണ്ടുപോയ സാമ്പിൾ എന്തിനു കൊണ്ടുപോയെന്നും നിലവിൽ അത് ആരുടെ കയ്യിലുണ്ടെന്ന് വ്യക്തമാക്കണമെന്നും PK നവാസ് പറഞ്ഞു. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് പരാതി നൽകിയതായും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. സ്വകാര്യ മരുന്ന് കമ്പനിക്ക് വേണ്ടിയാണോ രക്തസാമ്പിൾ മാറ്റിയതെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വളരെ ഗൗരവമായ ഇത് ഡയഗ്നോസ് ചെയ്യാൻ കേരളത്തിലൊരു സംവിധാനം ഇല്ലാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ ഔട്ട്ബ്രേക്കുകളൊക്കെ ഉണ്ടാകുമ്പോഴും ഇതിന്റെ കൺഫർമേഷൻ കേരളത്തിന്റെ പുറത്തെ ലാബുകളിൽ ഉറപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന കഴിഞ്ഞ ജൂലൈ മാസത്തിൽ മരണപ്പെട്ടു പോയ 14 വയസ്സുകാരനായ ഈ വിദ്യാർത്ഥിയുടെ ഈ നിപ്പ സ്ഥിരീകരിച്ച ശേഷം എന്നാൽ ജൂലൈ 20-ാം തീയതി നിപ്പ സ്ഥിരീകരിച്ച ശേഷം ഈ വിദ്യാർത്ഥിയുടെ രക്തസാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്തേക്ക് ഇത് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായ വിവരം ലഭ്യമാണ്. തിരുവനന്തപുരത്തേക്ക് ഇത് കൊണ്ടുപോകുമ്പോൾ ഇത് എന്തിനാണ് കൊണ്ടുപോയത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി കേരളീയ സമൂഹത്തോട് വ്യക്തമാക്കേണ്ടതുണ്ടോ? എന്തിനാണ് ഈ രക്തസാമ്പിളുകൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്? ഈ രക്തസാമ്പിളുകൾ നിപ്പയാണ് എന്ന് കൺഫേം ചെയ്തിട്ടുള്ള ഈ രക്തസാമ്പിൾ എന്താണ് നിലവിൽ ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇത്തരം ചോദ്യങ്ങൾക്ക് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി മറുപടി പറയേണ്ടതുണ്ട്. ആ മറുപടി കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിൽ ഇത് ഡയഗ്നോസ് ചെയ്യാൻ പോലും സംവിധാനമില്ലാത്തൊരു സ്ഥലത്ത് ഇത് നിപ്പയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ട ശേഷം ഈ രക്തസാമ്പിളുകൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുപോകുമ്പോൾ അതിന് ട്രാൻസ്പോർട്ടിന് പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ പാലിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല ടെസ്റ്റിംഗ് നടത്താനാണെങ്കിൽ അതിനും പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ പാലിക്കപ്പെടാൻ കേരളത്തിൽ അതിന് സംവിധാനമായിട്ടുള്ള BSL-3 ലാബുകളില്ല. മാത്രമല്ല ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ അത് NIVയുടെ പെർമിഷൻ ഉണ്ടാകണം. ആ പെർമിഷനും ഇതിനുണ്ടായിട്ടില്ല. എല്ലാത്തിനും അപ്പുറം ഈ കുടുംബത്തിന്റെ ഈ ടെസ്റ്റിങ്ങിന് ഏതെങ്കിലും ആവശ്യത്തിന് കൊണ്ടുപോകുന്നുവെങ്കിൽ കുടുംബത്തിന്റെ അനുമതി പത്രവും വേണം. അതും ഇവർ മേടിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും അപകടകരമായ ഒരു പ്രവർത്തനം കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ നടന്നിരിക്കുന്നു. നമുക്കറിയാം, നിപ്പയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വൈറസുകൾ മൾട്ടിപ്പിൾ ചെയ്യുന്ന രൂപത്തെ കുറിച്ച് കേരളത്തിൽ അവ്യക്തതയുണ്ട്. കാരണം കൃത്യമായ റിസർച്ച് അതിൽ നടന്നിട്ടില്ല. ഏതെങ്കിലും ഒരു ജീനിൽ മൃഗങ്ങളിൽ പോലും ഇത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് മൾട്ടിപ്പിൾ ചെയ്യപ്പെടും എന്നൊരു സാഹചര്യം ഉള്ളപ്പോൾ എന്തിനാണ് തിരുവനന്തപുരത്തേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മന്ത്രിയുടെ അനുമതി പ്രകാരം, മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇത് കൊണ്ടുപോയത്? ഇനി കൊണ്ടുപോയത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇത് എന്താണ് ഇതുകൊണ്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ഗൗരവമായ ഒരു ചോദ്യത്തിന് ഉത്തരം കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് പറയേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. മണിപ്പാലിലെ NIV ലാബിൽ വെച്ചാണ് ഇത് ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിപ്പയാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്. കേരളത്തിലെ ആദ്യ നിപ്പ സ്ഥിരീകരിക്കപ്പെടുന്ന അവിടെ വെച്ചാണ്. അവിടെ വെച്ച് ഇത് ഹാൻഡിൽ ചെയ്ത ഒരു ഡോക്ടർ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നില്ല, കൃത്യമായ ഡാറ്റകൾ പുറത്തു വരേണ്ടതുണ്ട്. ആ ഡോക്ടർ ഈ പറയുന്ന രക്തസാമ്പിളുകൾ ചില മെഡിക്കൽ കമ്പനികൾക്ക് കൊടുത്തു എന്നതിന്റെ പേരിൽ ചില നടപടിക്രമങ്ങളും ചില പ്രശ്നങ്ങളും മണിപ്പൂർ കേന്ദ്രീകരിച്ചുള്ള NIV ലാബിൽ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ പറയുന്ന രക്തസാമ്പിളുകൾ വിപണിയിൽ ഇതിന് ആവശ്യക്കാരുണ്ട്. മരുന്ന് കമ്പനികൾ ഇതിന്റെ ആവശ്യക്കാരാണ്. അങ്ങനെ വിപണിയിൽ ആവശ്യക്കാരുള്ള സമയത്ത് കൃത്യമായ പ്രോട്ടോകോൾ പാലിക്കാതെ നിയമപരമായി കൊണ്ടുപോകാൻ പാടില്ലാത്ത ഒരു ബ്ലഡ് സാമ്പിൾ, ഈ പറയുന്ന നിപ്പ വൈറസ് അടങ്ങിയ ബ്ലഡ് സാമ്പിൾ കോഴിക്കോട് നിന്ന് മന്ത്രിയുടെ ആവശ്യപ്രകാരം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ ആവർത്തിച്ചു പറയുന്നു, എന്തിനു കൊണ്ടുപോയി, ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു, എന്താണ് രക്തസാമ്പിളുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മന്ത്രി മറുപടി പറയണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകമായി ഇങ്ങനെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഇതിന്റെ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മരുന്നുകൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇതിന്റെ പലതരത്തിലുള്ള റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് മനുഷ്യരിലേക്ക് ഇത് എങ്ങനെയാണ് ഇത് മൾട്ടിപ്പിൾ ചെയ്യപ്പെടുന്നത് അവ്യക്തതയുണ്ട്. അതിന് റിസർച്ച് നടക്കേണ്ടതുണ്ട്. സ്വാഭാവിക ഈ റിസർച്ചുകൾ എന്നൊക്കെ പറയുന്നത് വളരെ വാല്യൂബിൾ ആണ്. റിസർച്ച് പേപ്പറുകൾ വാല്യൂബിൾ ആണ്. സ്വാഭാവിക അതിനനുസരിച്ച് വിപണി താല്പര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഔട്ട് ബ്രേക്ക് കേരളത്തിൽ ഉണ്ടായപ്പോൾ അത് ഡയഗ്നോസ് ചെയ്തിട്ടുള്ള മണിപ്പാലിലെ റിസർച്ച് കേന്ദ്രത്തിൽ, NIVയുടെ തന്നെ കേന്ദ്രത്തിൽ ഇത് കൈകാര്യം ചെയ്തതിൽ ചില വിദേശ മരുന്നു കക്ഷികൾക്ക് ഇത് കൈമാറി എന്ന രൂപത്തിലേക്ക് വാർത്തകൾ വരികയും അതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഒരു ഡോക്ടറെ ICMR ബാൻ ചെയ്തു എന്ന വാർത്തകൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്.
അത് കൂടുതൽ അതിന്റെ രേഖകൾ പുറത്തു വരേണ്ടതുണ്ട്. അത് ICMR-മായി ബന്ധപ്പെട്ട് നമ്മൾ വിവരാവകാശം നൽകുന്നുണ്ട്. അതിന്റെ വാർത്തകൾ പുറത്തു വരണം. ഞാൻ പറഞ്ഞത് അപ്പോൾ വിപണി താല്പര്യം ഇതിനുണ്ട്. അത് കേരളത്തിലെ മാർക്കറ്റിലല്ല, ഇന്ത്യയുടെ മാർക്കറ്റിലല്ല, അന്താരാഷ്ട്ര മാർക്കറ്റിൽ പോലും മരുന്ന് കമ്പനികൾക്ക് ഇത് ലഭ്യമായാൽ ഇതിന് മരുന്ന് കണ്ടെത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് റിസർച്ചുകൾ നടത്താൻ ഈ രക്തസാമ്പിളുകൾ ആവശ്യമുണ്ട്. എന്നിരിക്കെ ഇത് എന്തിനാണ് തിരുവനന്തപുരത്തേക്ക് മന്ത്രി കൊണ്ടുപോയത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഞാൻ ആവർത്തിക്കുന്ന പത്രസമ്മേളനത്തിൽ ആവർത്തിക്കുന്ന ഒരു ചോദ്യം, നിപ്പയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് കൈകാര്യം ചെയ്യാൻ ഈ NIV ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഡോക്ടർമാർക്കല്ലാതെ മറ്റൊരാൾക്കും അധികാരമില്ല. നമുക്കറിയാം, സെക്കൻഡ് ഔട്ട്ബ്രേക്ക് കേരളത്തിൽ ഉണ്ടായ സമയത്ത് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അന്വേഷിച്ചപ്പോൾ പൂനെയിൽ നിന്ന് വന്ന ഡോക്ടർമാർ ഈ രക്തസാമ്പിളുകൾ അവർ തന്നെ സൂക്ഷിച്ച് ചാവി കൊണ്ട് പൂട്ടി അതിന്റെ കീ അവരുടെ കയ്യിൽ വെച്ചാണ് അവർ ഹോസ്പിറ്റലിൽ നിന്ന് പോലും പുറത്തു പോകാറ്. അത്രയേറെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്ത രക്തസാമ്പിളുകളാണ്. സെക്കൻഡ് ഔട്ട്ബ്രേക്ക് ഉണ്ടായപ്പോൾ പൂനെയിൽ നിന്ന് വന്ന ഡോക്ടർമാർ അവർ ഷെൽഫിൽ വെച്ച് പൂട്ടിയിട്ട് അതിന്റെ കീ അവരുടെ കയ്യിലും അതിന്റെ ചുമതല വഹിക്കുന്ന ഒരാളെ കയ്യിൽ, രണ്ടാളെ കയ്യിൽ മാത്രമേ കീ ഉണ്ടായിരുന്നുള്ളൂ. അത്രയേറെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്ന സാമ്പിളുകൾ വളരെ നിരുത്തരവാദിത്വപരമായി ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടാൻ എന്താണ് ഗവൺമെന്റിന് അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയെ താല്പര്യപ്പെടുത്തിയത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ? മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ. പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം. എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ. BVOC Radiology and Imaging Technology, BVOC Food Technology, BVOC Dialysis Technology, BVOC Medical Laboratory Technology, BVOC Optometry, BVOC Nutrition and Dietetics. മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി. പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാൽ, കുറ്റിപ്പുറം.